dear students, welcome back to the new session of object-oriented programming concepts. In the previous class, we have studied about how to create and run applets in Java. Today, I am going to introduce you about a new topic which is Java event handling. What is an event? Change in the state of an object is known as event. That is, event describes the change in state of a source. Events are generated as a result of user interaction with the graphical user interface components. For example, clicking on a button, moving the mouse, entering a character through keyboard, selecting an item from the list, scrolling the page are the activities that causes an event to happen. So, event means state of change of an object. ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റിന് ചേഞ്ച് വരുന്നതിനെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയാം. ഓക്കെ, ഇവന്റ് വഴിയാണ് ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റിന് ചേഞ്ച് വരുന്നത്. നമ്മൾ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മൗസ് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡ് വഴി ഒരു ക്യാരക്ടറിനെ എൻ്റർ ചെയ്യുക, ഇതൊക്കെ ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ഇവന്റ് ആണ്. കാരണം ഇതൊക്കെ ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ അതിനെയാണ് ഒരു ഇവന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ചേഞ്ചസ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് എൻ ഒബ്ജക്ട് ഈസ് നോൺ ആസ് ഇവന്റ്. What is event handling? Event handling is the mechanism that controls the event and decides what should happen if an event occurs. This mechanism have the code which is known as event handler that is executed when an event occurs. That is, event handling പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റിന് ചേഞ്ച് വരുത്തുന്ന എന്തിനും ഇവന്റ് എന്ന് പറയും. ഒരു ഇവന്റ് നടന്നാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് ഇവന്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയി ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇവന്റ് ആണ് നടക്കുന്നത്. അങ്ങനെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെയാണ് ആ ബട്ടൺ പ്രസ്സിംഗ് എന്ന് പറയുന്ന ഇവന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവന്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. Okay, Java uses the delegation event model to handle the events. The model defines the standard mechanism to generate and handle the events. The benefit of this approach is that the user interface logic is completely separated from the logic that generates the event. The user interface element is able to delegate the processing of an event to the separate piece of code. That is, Java event handling use ചെയ്യുന്ന ടെക്നിക്കാണ് ഡെലിഗേഷൻ ഇവന്റ് മോഡൽ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ യൂസർ ഇന്റർഫേസ് എലമെന്റും അതുപോലെ ഇവന്റ് പ്രോസസ്സിംഗ് എലമെന്റും രണ്ടും രണ്ടായിട്ടാണ് ജാവയിലെ ഇവന്റ് ഹാൻഡ്ലിങ്ങിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂസർക്ക് അതിനെക്കുറിച്ച് വല്ലാതെ അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് യൂസർ വല്ലാതെ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ജാവയുടെ ഇവന്റ് മോഡലിനെ ഡെലിഗേഷൻ ഇവന്റ് മോഡൽ. അവിടെ ഡെലിഗേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. രണ്ട് സെപ്പറേറ്റ് കോഡുകളെയും രണ്ടായി ഡെലിഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ യൂസർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇവന്റുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇവിടെ പറ്റും. അതുകൊണ്ട് ജാവയുടെ ഇവന്റ് മോഡലിനെ ഡെലിഗേഷൻ ഇവന്റ് മോഡൽ എന്നാണ് പറയുന്നത്. ഓക്കെ, then components of an event handling. മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ആണ് പറയുന്നത്. ഇവന്റ് സോഴ്സ് ആൻഡ് ലിസണേഴ്സ്. ഇവന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവന്റ് ഈസ് എ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ്. ദെൻ ഇവന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവന്റ് സോഴ്സ് ഈസ് എൻ ഒബ്ജക്ട് ദാറ്റ് ജനറേറ്റ് എൻ ഇവന്റ്. ഒരു ഇവന്റ് ജനറേറ്റ് ചെയ്യുന്നത് ആരാണോ അതിനെയാണ് ഇവന്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഒബ്ജക്ട് വിച്ച് ജനറേറ്റ് ദ ഇവന്റ്. സോഴ്സ് എന്ന് പറയുന്നത് ഒരു ബട്ടൺ ആവാം, ടെക്സ്റ്റ് ഫീൽഡ് ആവാം, അല്ലെങ്കിൽ ലിസ്റ്റ് ബോക്സ് ആവാം. എന്ത് സോഴ്സ് ആണോ ഇവന്റ് ജനറേറ്റ് ചെയ്യുന്നത്, എന്താണോ ഇവന്റ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒബ്ജക്റ്റിനെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then listeners. A listener is an object that listens to the event. A listener gets notified when an event occurs. Listeners are interfaces. That is, ജാവയിൽ കുറെ ഇന്റർഫേസ് ഉണ്ട്, ഗ്രൂപ്പ് ഓഫ് ഇന്റർഫേസസ് വിച്ച് ഈസ് നോൺ ആസ് ലിസണേഴ്സ്. ഓക്കെ, ലിസണേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവന്റിനെ ലിസൺ ചെയ്യുക. ദാറ്റ് ഈസ് സോഴ്സ് ആണ് ഇവന്റ് ജനറേറ്റ് ചെയ്യുന്നത്. ആ ജനറേറ്റ് ചെയ്ത ഇവന്റിനെ മേടിക്കാനും അത് എപ്പോഴാണോ ഇവന്റ് ജനറേറ്റ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ലിസണേഴ്സ് മേടിക്കാനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവന്റിനെ ഹാൻഡിൽ ചെയ്യാനും ഉള്ള ഉത്തരവാദിത്തം ഉള്ളവരാണ് ജാവയിലെ ഇവന്റ് ലിസണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, listener need to be registered with the source object so that the listener can receive the event notification. സോഴ്സ് ആണ് എപ്പോഴും ഇവന്റ് ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇവന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഴ്സ് ഏതൊക്കെ ഇവന്റുകൾ ജനറേറ്റ് ചെയ്യുന്നു ആ കറസ്പോണ്ടിങ് ലിസണേഴ്സുമായിട്ട് സോഴ്സ് ആദ്യം രജിസ്റ്റർ ചെയ്ത് വെക്കും.
അങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെച്ചതിന് ശേഷം സോഴ്സ് ഇവന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോഴ്സുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിസണേഴ്സിനൊക്കെ എന്ത് ടൈപ്പ് ഓഫ് ഇവന്റ് ആണോ ജനറേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ സോഴ്സ് അയച്ചു കൊടുക്കും. അങ്ങനെ ലിസണർക്ക് ആ എന്ത് ഇവന്റ് ആണോ വന്നേ അത് റിസീവ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യുന്നത് ഈ ലിസണറാണ്. ദെൻ ലിസണറാണ് ആ ഇവന്റ് ഹാൻഡിൽ ചെയ്യുന്നതും തിരിച്ച് റിട്ടേൺ ചെയ്യുന്നതും. Okay, this is an efficient way of handling the event because the event notifications are sent only to those listener that wants to receive them. നമ്മൾ പറഞ്ഞു സോഴ്സും ലിസണറും തമ്മിൽ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഒരു സോഴ്സ് ഒരു ഇവന്റ് ജനറേറ്റ് ചെയ്താൽ അത് കുറേ ടൈപ്പ് ഓഫ് ലിസണേഴ്സ് ഉണ്ട്. പക്ഷേ അതിൽ ആ ഇവന്റിന് ആ ഒരു സോഴ്സ് ഒരു പർട്ടിക്കുലർ ഇവന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഇവന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിസണേഴ്സ് മാത്രമായിട്ട് ആ സോഴ്സ് ആദ്യം രജിസ്റ്റർ ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ ഒരു സോഴ്സ് ഒരു ഇവന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ലിസണർ ഏതാണോ അതിന് മാത്രം അതിൻ്റെ നോട്ടിഫിക്കേഷൻ പോവും. ആ ലിസണർ അതിനെ ഹാൻഡിൽ ചെയ്തിട്ട് തിരിച്ച് അത് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു ഇവന്റ് ഹാൻഡ്ലിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, how events are handled. നമ്മൾ പറഞ്ഞ പോലെ തന്നെ a source generates an event and send it to one or more listeners registered with the source. ചില കേസിൽ ഒരു ഇവന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഒന്നിലധികമോ ലിസണേഴ്സ് ഉണ്ടാവാം. അപ്പോൾ എത്ര ലിസണർ ഉണ്ടോ അത്രയും ലിസണേഴ്സിന് മാത്രം അത് അയച്ചു കൊടുക്കും. അല്ലാതെ ഓവറോൾ ലിസണേഴ്സിനൊന്നും അയച്ചു കൊടുക്കില്ല. ഈ ഇവന്റുമായിട്ട് ജനറേറ്റ് ചെയ്ത് വരുന്ന ലിസണർ ഒബ്ജക്റ്റുകൾ ഏതാണോ അതിന് മാത്രം അത് അയച്ചു കൊടുക്കും. Once the event is received by the listener, they process the event and then return. Events are supported by a number of Java packages like java.util, java.awt and java.awt.event. അപ്പോൾ ഇവന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പാക്കേജസ് ആണ്, ജാവയിലുള്ള പാക്കേജസ് ആണ് java.util, java.awt and java.awt.event. ഓക്കെ, സോ ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ തന്നെ ഇവന്റ് സോഴ്സ് ആണ് ഇവന്റ് ജനറേറ്റ് ചെയ്യുന്നത്. ആ സോഴ്സ് ഏതൊക്കെ ലിസണറുമായിട്ടാണോ ആദ്യം രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത് ആ ലിസണേഴ്സിന് കറസ്പോണ്ടിങ് സോഴ്സ് ഒരു ഇവന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് അയക്കും. ദെൻ ലിസണേഴ്സ് ആണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ there are some event classes and event listener interfaces. നമ്മൾ ദാറ്റ് ഈസ് ജാവയുടെ ഒരു ഇവന്റ് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവന്റ് ക്ലാസ്സസും അതുപോലെ ഇവന്റ് ലിസണർ ഇന്റർഫേസസുകളും ഉണ്ട്. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സസും ഇന്റർഫേസും ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഓരോ ക്ലാസ്സുകളും ഇന്റർഫേസുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, java.awt.event package provides many event classes and listener interfaces for event handling. ഈ java.awt.event പാക്കേജിലാണ് ഇവന്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഇവന്റ് ക്ലാസ്സസും അതുപോലെ ഇവന്റ് ലിസണർ ഇന്റർഫേസസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഇവന്റുകളാണ് ആക്ഷൻ ഇവന്റ്, മൗസ് ഇവന്റ്, കീ ഇവന്റ്, ഐറ്റം ഇവന്റ്, ടെക്സ്റ്റ് ഇവന്റ്, മൗസ് വീൽ ഇവന്റ്, വിൻഡോ ഇവന്റ്, കമ്പോണന്റ് ഇവന്റ്, കണ്ടെയ്നർ ഇവന്റ്, അഡ്ജസ്റ്റ്മെന്റ് ഇവന്റ്, ഫോക്കസ് ഇവന്റ് എക്സെട്ര. ഈ ഓരോ ഇവന്റ് ക്ലാസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ലിസണർ ഇന്റർഫേസും ഉണ്ട്. ദാറ്റ് ഈസ് ഏത് ഇവന്റ് ആണോ ജനറേറ്റ് ചെയ്യുന്നത് ആ ജനറേറ്റ് ചെയ്യുന്ന ഇവന്റ് ഇതിൽ ഏതാണോ ജനറേറ്റ് ചെയ്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർഫേസ് ആയിരിക്കും ആ ജനറേറ്റ് ചെയ്ത ഇവന്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി ഇതിൽ ഓരോ ഇവന്റുകളും ജനറേറ്റ് ചെയ്യുന്നതിന് ചില പ്രത്യേകതകളുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് ആക്ഷൻ ഇവന്റ്. ആക്ഷൻ ഇവന്റ് ഈസ് ജനറേറ്റഡ് വെൻ ബട്ടൺ ഈസ് പ്രസ്ഡ്, മെനു ഐറ്റം ഈസ് സെലക്ടഡ്, ലിസ്റ്റ് ഐറ്റം ഈസ് ഡബിൾ ക്ലിക്ക്ഡ്. ഇങ്ങനെ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവിടെ ആക്ഷൻ ഇവന്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഒരു ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെനു ഐറ്റത്തിനെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഐറ്റത്തിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഇവന്റ് ആണ് ആക്ഷൻ ഇവന്റ്. ദെൻ നെക്സ്റ്റ് മൗസ് ഇവന്റ്. മൗസ് ഡ്രാഗ്ഡ്, മൂവ്ഡ്, ക്ലിക്ക്ഡ്, പ്രസ്ഡ്, റിലീസ്ഡ് ആൻഡ് ഓൾസോ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഓർ എക്സിറ്റ് എ കമ്പോണന്റ്. മൗസ് എൻറ്റേർഡ് ഓർ എക്സിറ്റഡ് ഇത്രയും ഇവന്റുകൾ നടക്കുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഇവന്റാണ്. ഒരു മൗസിനെ റിലേറ്റ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഇവന്റാണ് മൗസ് ഇവന്റ്. അതിന് കറസ്പോണ്ടിങ് ലിസണർ ആണ് മൗസ് ലിസണർ. ദെൻ കീ ഇവന്റ്. ഒരു ഇൻപുട്ട് ഈസ് റിസീവ്ഡ് ഫ്രം എ കീബോർഡ്. ഒരു കീബോർഡിൽ നിന്ന് ഒരു ഇൻപുട്ട് റിസീവ് ചെയ്യുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇവന്റാണ് കീ ഇവന്റ്. അതിന് കറസ്പോണ്ടിങ് ലിസണർ ആണ് കീ ലിസണർ. ദെൻ ഐറ്റം ഇവന്റ്. ഒരു item event is generated when a checkbox or list item is clicked. Okay,
ദാറ്റ് ഈസ് ഒരു ചെക്ക് ബോക്സോ അല്ലെങ്കിൽ ലിസ്റ്റ് ഐറ്റത്തിനെയോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇവന്റ് ആണ് ഐറ്റം ഇവന്റ്. ദെൻ ടെക്സ്റ്റ് ഇവന്റ് മീൻസ് ഒരു ടെക്സ്റ്റ് ഏരിയ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡോ. ടെക്സ്റ്റ് ഫീൽഡ് മീൻസ് സിംഗിൾ ലൈനേ പറ്റുള്ളൂ. ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലൈൻസ് പറ്റുന്നതിനെയാണ് ടെക്സ്റ്റ് ഏരിയ പറയുന്നത്. അവിടെ നമ്മൾ ഒരു വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഇവന്റ് ആണ് ടെക്സ്റ്റ് ഇവന്റ്. ദെൻ മൗസ് വീൽ ഇവന്റ്, ഒരു മൗസ് വീൽ മൂവ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഇവന്റ് ആണ് മൗസ് വീൽ ഇവന്റ്. ദെൻ വിൻഡോ ഇവന്റ്, ഒരു വിൻഡോ, നമ്മുടെ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക, ഡീആക്ടിവേറ്റ് ചെയ്യുക, ഐക്കണിഫൈ ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഇവന്റ് ആണ് വിൻഡോ ഇവന്റ്. ദെൻ കമ്പോണന്റ് ഇവന്റ്, generated when component is hidden, moved, resized or set visible. ഒരു കമ്പോണന്റിനെ ഹിഡൻ ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്യുക, റീസൈസ് ചെയ്യുക, അതൊക്കെ ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്നതാണ് കമ്പോണന്റ് ഇവന്റ്. ദെൻ നെക്സ്റ്റ് കണ്ടെയ്നർ ഇവന്റ്, ഒരു കമ്പോണന്റിനെ കണ്ടെയ്നറിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഇവന്റ് ആണ് കണ്ടെയ്നർ ഇവന്റ്. ദെൻ അഡ്ജസ്റ്റ്മെന്റ് ഇവന്റ്, ഒരു സ്ക്രോൾ ബാർ മൂവ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഇവന്റ് ആണ് അഡ്ജസ്റ്റ്മെന്റ് ഇവന്റ്. ദെൻ ഫോക്കസ് ഇവന്റ്, ഒരു കീബോർഡ് ഫോക്കസ് ലോസ്റ്റ് ആവുക അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഇവന്റ് ആണ് ഫോക്കസ് ഇവന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഇവന്റുകൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓരോ ഇവന്റുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇവന്റ് ക്ലാസ്സുകൾ ഉണ്ട്. ദെൻ ആ ഇവന്റ് ക്ലാസ്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവന്റ് ലിസണേഴ്സും ഉണ്ട്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു ബട്ടൺ, ലിസ്റ്റ് ബോക്സ്, മൗസ്, അതുപോലെ വിൻഡോ, കമ്പോണന്റ്, കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ഇവിടുത്തെ സോഴ്സുകളാണ്. ഈ സോഴ്സുകളാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ഇവന്റുകൾ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഇവന്റുകൾ ഈ സോഴ്സുകൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇവന്റ് ആണ് ആക്ഷൻ ഇവന്റ്. സോ ബട്ടൺ എന്ന സോഴ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇവന്റ് ആണ് ആക്ഷൻ ഇവന്റ്. സോ ആദ്യം ബട്ടൺ എന്ന് പറഞ്ഞ സോഴ്സ് ആക്ഷൻ ലിസണർ എന്ന് പറഞ്ഞ ലിസണറുമായിട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കും. കാരണം അവിടെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇവന്റ് ആണ് ആക്ഷൻ ഇവന്റ്. ഈ ആക്ഷൻ ഇവന്റിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കോഡുകളുള്ള ഇന്റർഫേസ് ആണ് ആക്ഷൻ ലിസണർ ഇന്റർഫേസ്. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സോഴ്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിസണറുമായിട്ട് ആദ്യം രജിസ്റ്റർ ചെയ്ത് വെക്കും. ദെൻ ബട്ടൺ എപ്പോഴാണോ പ്രസ് ചെയ്യുന്നത് സോ അവിടെ ആക്ഷൻ ഇവന്റ് ജനറേറ്റ് ചെയ്യും. ആക്ഷൻ ഇവന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻ ലിസണർക്ക് ഈ സോഴ്സ് ബട്ടൺ അതിന്റെ ഇൻഫോർമേഷൻസ് അയച്ചു കൊടുക്കും. ദെൻ ആക്ഷൻ ലിസണർ ആയിരിക്കും ഈ ഒരു ഇവന്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ആക്ഷൻ ലിസണറിന്റെ ഉള്ളിലുള്ള കോഡുകളായിരിക്കും. ഓക്കെ, ആക്ഷൻ ലിസണറിനെ ഈ ഇന്റർഫേസിലാണ് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡുകൾ കൊടുക്കുന്നത്. സോ ഇങ്ങനെയാണ് ഒരു ഇവന്റ് ഹാൻഡ്ലിംഗ് നടക്കുന്നത്. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഇവന്റ് ക്ലാസ്സുകളെല്ലാം നമ്മൾ പഠിക്കും. ഇവന്റ് ക്ലാസ്സുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ നമ്മൾ കണ്ട ഇത്രയും ഇവന്റ് ക്ലാസ്സുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത്രയും ലിസണർ ഇന്റർഫേസുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇവന്റ് ക്ലാസ്സുകളാണ് പറയുന്നത്. ഇവന്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഇതെല്ലാം പറഞ്ഞു. ഇതെല്ലാം ഓരോ ക്ലാസ് ആണ്. ആക്ഷൻ ഇവന്റ്, മൗസ് ഇവന്റ്, കീ ഇവന്റ്, ഇതെല്ലാം ഓരോ ക്ലാസ്സുകളാണ്. ഈ ഓരോ ക്ലാസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ വേരിയബിൾസ് ഉണ്ടാവും, മെത്തേഡ്സ് ഉണ്ടാവും, കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം ചേരുന്നതാണ് ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ. സോ ഇതെല്ലാം ജാവയിൽ ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഈ ഓരോ ക്ലാസ്സും നമ്മൾ പഠിക്കുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഇവന്റ് ക്ലാസ് എപ്പോഴാണ് ജനറേറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഇവന്റ് എപ്പോഴാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കണം. then അതിന് കൂടാതെ ഓരോ ഇവന്റ് ക്ലാസ്സിലുള്ള വേരിയബിൾസ്, കോൺസ്റ്റൻസ് പഠിക്കണം. then അതിൽ വരുന്ന കൺസ്ട്രക്ടേഴ്സ്, അതുകൂടാതെ ആ ഇവന്റ് ക്ലാസ്സിലുള്ള മെത്തേഡ്സ്. സോ കോൺസ്റ്റൻസ്, മെത്തേഡ്സ് ആൻഡ് കൺസ്ട്രക്ടേഴ്സ്, ഈ മൂന്ന് കാര്യങ്ങളാണ് ഓരോ ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്നത്. കൂടാതെ ആ ഒരു ഇവന്റ് ക്ലാസ്, ആ ഒരു കറസ്പോണ്ടിങ് ഇവന്റ് എപ്പോഴാണ് ജനറേറ്റ് ചെയ്യുന്നതുള്ളതും നമ്മൾ നോക്കും. ഓക്കെ, സോ നമ്മൾ ഓരോ ഇവന്റ് ക്ലാസ്സുകളിലേക്കായി മൂവ് ചെയ്യാണ്. സോ ഫസ്റ്റ് ഈ എല്ലാ ഇവന്റ് ക്ലാസ്സുകളുടെയും ടോപ്പിലുള്ള റൂട്ടിലുള്ള ക്ലാസ് ആണ് ഇവന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ക്ലാസ്, വിച്ച് ഈസ് അണ്ടർ ദ പാക്കേജ് java.util ആൻഡ് ഇറ്റ് ഈസ് ദ സൂപ്പർ ക്ലാസ് ഓഫ് ഓൾ ഇവന്റ്സ്. അപ്പം നമുക്കറിയാം ജാവയിൽ ഏതൊരു ക്ലാസ്സിന്റെ സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ക്ലാസ് ആണ്. എന്നാൽ ജാവയിൽ ഇവന്റുകളുടെ എല്ലാം സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത് ഇവന്റ് ഒബ്ജക്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, സോ ഏറ്റവും ടോപ്പിൽ ഒബ്ജക്റ്റ് ക്ലാസ് ഉണ്ട്. ആ ഒബ്ജക്റ്റ് ക്ലാസിന്റെ സബ് ക്ലാസ് ആണ് ഇവന്റ് ഒബ്ജക്റ്റ് ആൻഡ് ഇവന്റ് ഒബ്ജക്റ്റ് ഈസ് ദ സൂപ്പർ ക്ലാസ് ഓഫ് ഓൾ ഇവന്റ്സ്. ഓക്കെ, ദെൻ ഈ ഇവന്റ് ഒബ്ജക്റ്റ് ക്ലാസ്സിൽ മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്, ഗെറ്റ് സോഴ്സ് ആൻഡ് ടു സ്ട്രിംഗ്.
Okay, then getSource method returns the source of the event and toString returns the string equivalent of the event. That is, ഈ event object എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിലുള്ള ക്ലാസ് ആണ്. ഇവന്റുകളുടെ കേസിൽ ഏറ്റവും ടോപ്പിലുള്ള ക്ലാസ് ആണ്. അതിൽ രണ്ട് മെത്തേഡ് ആണ് ഉള്ളത്, ഗെറ്റ് സോഴ്സും അതുപോലെ toString. ഗെറ്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ ഇവന്റിന്റെ സോഴ്സ് അതിനെ റിട്ടേൺ ചെയ്യാനും, toString എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇവന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രിംഗ് ജനറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. ഓക്കെ, ഇനി ഈ ഇവന്റ് ഒബ്ജക്റ്റ് ക്ലാസിന്റെ അണ്ടറിൽ വരുന്ന ക്ലാസ് ആണ് AWT ഇവന്റ്. Okay, which is defined in the java.awt package and it is a subclass of event object and it is the super class of all AWT based events used by the delegation event model. നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ഇവന്റ് ക്ലാസ്സുകളുടെയും സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത് AWT ഇവന്റ് ആണ്. സോ നമ്മളിപ്പോൾ പറഞ്ഞ ഹൈറാർക്കി ഏറ്റവും മുകളിൽ ഒബ്ജക്റ്റ് ക്ലാസ് ഉണ്ടാവും, അതിൻ്റെ താഴെ നമ്മളിപ്പോൾ പറഞ്ഞ ഇവന്റ് ഒബ്ജക്റ്റ് ക്ലാസ് ഉണ്ടാവും, അത് എല്ലാ ഇവന്റുകളുടെയും സൂപ്പർ ക്ലാസ് ആണ്. ഇനി ഇവന്റ് ഒബ്ജക്റ്റിന്റെ സബ് ക്ലാസ് ആണ് AWT ഇവന്റ്. സോ എല്ലാ AWT ബേസ്ഡ് ആയിട്ടുള്ള ഇവന്റുകളുടെ സൂപ്പർ ക്ലാസ് ആണ് AWT ഇവന്റ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ മെയിൻ ആയിട്ട് AWT ഇവന്റ് ക്ലാസ്സിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഗെറ്റ് ID ആൻഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ടൈപ്പ് ഓഫ് ഇവന്റ്. ഏത് ടൈപ്പ് ഇവന്റ് ആണെന്ന് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗെറ്റ് ID. ഓക്കെ, അതിന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്. ഇനി ഈ AWT ഇവന്റ് ക്ലാസിന്റെ സബ് ക്ലാസ് ആയിട്ടാണ് നമ്മളിപ്പോൾ പറയുന്ന എല്ലാ ക്ലാസ്സുകളും വരുന്നത്. ആക്ഷൻ ഇവന്റ്, അഡ്ജസ്റ്റ്മെന്റ് ഇവന്റ്, ഇതെല്ലാം വരുന്നത്. ഓക്കെ, ഇനി ഈ ക്ലാസ്സുകളാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, so first action event class. Action event is generated when a button is pressed, a list item is double clicked or a menu item is selected. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഐറ്റത്തിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെനു ഐറ്റത്തിനെ സെലക്ട് ചെയ്യുക. ലിസ്റ്റ് ഐറ്റം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഈ കൺട്രോൾസുകളെല്ലാം നമുക്ക് ജാവയിൽ എങ്ങനെ ആഡ് ചെയ്യും എന്നുള്ളത് നമ്മൾ പഠിക്കും. ബട്ടൺ എങ്ങനെ ആഡ് ചെയ്യാം, ലിസ്റ്റ് ഐറ്റം എങ്ങനെ ആഡ് ചെയ്യാം, മെനു എങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ജാവയിൽ വരുന്ന കുറേ കൺട്രോൾസുകളാണ്. ഈ കൺട്രോൾസിൽ ഈ ബട്ടണും അതുപോലെ ലിസ്റ്റ് ഐറ്റത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴും മെനു ഐറ്റത്തിൽ ഏതെങ്കിലും ഒരു മെനുവിനെ സെലക്ട് ചെയ്യുമ്പോഴും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ഇവൻ്റാണ് ആക്ഷൻ ഇവന്റ്. ഇനി ആക്ഷൻ ഇവന്റ് ക്ലാസ്സിൽ മെയിനായിട്ട് 4 കോൺസ്റ്റൻസ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ ഇവന്റ് ക്ലാസ്സിലും നമുക്ക് പഠിക്കാനുള്ളത് കോൺസ്റ്റൻസ്, അതിൽ വരുന്ന കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഓൾസോ അതിൽ വരുന്ന മെത്തേഡ്സ്. ഓക്കെ, ആക്ഷൻ ഇവന്റ് ക്ലാസ്സിൽ 4 മെയിൻ ആയിട്ടുള്ള കോൺസ്റ്റൻസ് ആണ് ഓൾട്ട് മാസ്ക്, കൺട്രോൾ മാസ്ക്, മീറ്റ മാസ്ക് ആൻഡ് ഷിഫ്റ്റ് മാസ്ക്. ഇത് കൂടാതെ ഒരു കോൺസ്റ്റൻറ്റും കൂടി വരുന്നതാണ് ആക്ഷൻ പെർഫോംഡ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വരുന്നത് നമ്മൾ ഈ ഇവന്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കീബോർഡിലെ ഓൾട്ട് കീയോ അല്ലെങ്കിൽ കൺട്രോൾ കീയോ ഷിഫ്റ്റ് കീയോ ഒക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കീസ് ഒക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന കോൺസ്റ്റൻസ് ആണ് ഇതെല്ലാം. ഈ ഇവന്റ് നടക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ കീബോർഡിലുള്ള ചില കീസും കൂടി പ്രസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ കോൺസ്റ്റൻസിനെയൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ആക്ഷൻ പെർഫോംഡും ഉണ്ട്, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഐഡന്റിഫൈ ആക്ഷൻ ഇവന്റ്സ്. ആക്ഷൻ ഇവന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു കോൺസ്റ്റന്റ് ആണ് ആക്ഷൻ പെർഫോംഡ്. അപ്പോൾ ആക്ഷൻ ഇവന്റ് ക്ലാസ്സിൽ ഇത്രയും കോൺസ്റ്റൻസുകൾ ഉണ്ട്. കൂടാതെ ആക്ഷൻ ഇവന്റ് ക്ലാസ്സിലുള്ള കൺസ്ട്രക്ടേഴ്സ് ആണ് ഈ 3 കൺസ്ട്രക്ടേഴ്സ്. ഓക്കെ, ദെൻ അത് കൂടാതെ ആക്ഷൻ ഇവന്റ് ക്ലാസ്സിൽ 2 മെത്തേഡ് ഉണ്ട്, ഗെറ്റ് ആക്ഷൻ കമാൻഡ് ആൻഡ് ഗെറ്റ് മോഡിഫയേഴ്സ്. 2 മെത്തേഡാണ് ഉള്ളത്. First, get action command. You can obtain the command name for the invoking action event object by using the get action command method. Okay, that is ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗെറ്റ് ആക്ഷൻ കമാൻഡ് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ആക്ഷൻ ഇവന്റ് ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഗെറ്റ് ആക്ഷൻ കമാൻഡ് വിളിച്ചു കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ലേബൽ ഓഫ് ബട്ടൺ. അതായത് ആ ബട്ടന് നമ്മൾ കൊടുത്ത പേരെന്താണോ ആ പേരാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അതൊരു ഇതിന് ഈ ഗെറ്റ് ആക്ഷൻ കമാൻഡ് എന്ന് പറഞ്ഞ മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ്ങിൽ ആരാണോ ഈ ആക്ഷൻ ഇവന്റ് ജനറേറ്റ് ചെയ്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ പേരാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു ബട്ടൺ ആണ് പ്രസ് ചെയ്യണമെങ്കിൽ ആ ബട്ടണിന് നമ്മൾ കൊടുത്ത പേരെന്താണോ അതാണ് നമുക്ക് കിട്ടുക.
Okay, then next method ആണ് get modifiers. It returns a value that indicates which modifier key were pressed when the event was generated. നമ്മൾ പറഞ്ഞു modifier keys എന്ന് പറഞ്ഞിട്ട് alt, control, shift എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ event generate ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും modifier key press ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് get modifier എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് modifier key ആണ് യൂസ് ചെയ്തിരിക്കണേ എന്നുള്ളത് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് get modifiers. Okay, so നമ്മൾ ഇന്ന് ഫസ്റ്റത്തെ ഇവന്റ് ക്ലാസ് ആണ് ആക്ഷൻ ഇവന്റ് ക്ലാസ് ആണ് നോക്കിയത്. ഇനി ബാക്കിയുള്ള ഇവന്റ് ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. So I am going to wind up today's session. Thank you.